സർവകലാശാലയ്ക്ക് പുതിയ VC. ഗവർണറുടെ ഉത്തരവിന് പിന്നാലെ ഡോക്ടർ അനിൽ KS വൈസ് ചാൻസലറായി ചുമതലയേറ്റു. താൽക്കാലിക VC ഡോക്ടർ PC ശശീന്ദ്രൻ രാജിവെച്ച ഒഴിവിലാണ് നിയമനം. സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് നീതി ലഭിക്കാൻ ആവശ്യമായ നടപടിയെടുക്കുമെന്ന് ഡോക്ടർ അനിൽ പറഞ്ഞു. ഗവർണർ ഓഫീസിലേക്ക് അത് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഗവർണറെ കാണാൻ ഒരു അപ്പോയിൻമെൻറ്റ് ചോദിച്ചിട്ടുണ്ട് ഈ ആഴ്ച തന്നെ. ഗവർണറെ കണ്ട ശേഷമായിരിക്കും യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്നത്. അപ്പോയിൻമെൻറ്റ് ടൈം കിട്ടിയിട്ടില്ല. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും CBIക്ക് അന്വേഷണം പോയിട്ടുണ്ട്. ഗവർണറുടെ ഭാഗത്തു നിന്നും ജുഡീഷ്യൽ അന്വേഷണം പോയിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാം ഈ ആഴ്ച തന്നെ തുടങ്ങുമെന്നാണ്. CBIയുടെ ചിലപ്പോൾ കുറച്ച് വൈകിയായിരിക്കും. അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നും ഈ രണ്ട് അന്വേഷണങ്ങൾക്കും വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും കൊടുക്കുന്നതായിരിക്കും. യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തും ഒരു ഇൻ്റർഫറൻസും ഉണ്ടാവില്ല. എല്ലാ സപ്പോർട്ടിംഗ് മെക്കാനിസവും അവരെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. സിദ്ധാർത്ഥൻ്റെ കുടുംബത്തിന് നീതി ലഭിക്കുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഒരു വൈസ് ചാൻസലർ എന്ന നിലയ്ക്ക് എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. ജെയ്സൺ ചാമവളപ്പിൽ നൽകും വിവരങ്ങൾ. ജെയ്സൺ, കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി ചോദിച്ചത് ഈ സർവകലാശാലയ്ക്ക് ഒരു VC വേണ്ട, ആ സ്ഥാനം ഒഴിച്ചിട്ടാൽ പരീക്ഷകൾ ഉൾപ്പെടെ തടസ്സപ്പെടില്ലേ എന്നതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ പുതിയ VC ചുമതലയേറ്റിയിരിക്കുന്നത്. സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് എന്താണ് പുതിയ VCയുടെ ഒരു നിലപാട്? ഏറ്റവും കൗതുകരമായ കാര്യം, കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ മൂന്നാമത്തെ VCയാണ് വെറ്റിനറി സർവകലാശാലയ്ക്ക് വരുന്നത് എന്ന് തന്നെയാണ്. കഴിഞ്ഞ ദിവസമാണ് PC ശശീന്ദ്രൻ രാജിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഗവർണർ രാജി ചോദിച്ചു വാങ്ങുകയായിരുന്നു. ചില വിദ്യാർത്ഥികളെ സസ്പെൻഷൻ പിൻവലിച്ചുമായി ബന്ധപ്പെട്ട വിവാദമാണ് അത്തരമൊരു നടപടിയിലേക്ക് പോകാൻ ഇടയാക്കിയത്. ഇപ്പോൾ കഴിഞ്ഞ തവണ റിട്ടയർ ചെയ്ത ഒരാളായിരുന്നു VCയായി നിയമിച്ചെങ്കിൽ ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ തന്നെയുള്ള ഡോക്ടർ KS അനിലിനെയാണ് വൈസ് ചാൻസലറായി വെച്ചിരിക്കുന്നത്. 2028 വരെയാണ് ഇദ്ദേഹത്തിന് സർവീസ് ഉള്ളത്. ലൈവ് സ്റ്റോക്ക് പ്രൊഡക്ഷൻ ആൻഡ് മാനേജ്മെൻറ്റ് മേഖലയിലാണ് അദ്ദേഹം, അവിടുത്തെ പ്രൊഫസറാണ് അദ്ദേഹം. ഏതായാലും വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ ചുമതല ഏറ്റിരിക്കുന്നത്. പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ കഴിയുമെന്നും അതേസമയം കഴിഞ്ഞ VCയിൽ നിന്ന് വ്യത്യസ്തമായ ഗവർണറുടെ കൂടി അഭിപ്രായം മാനിച്ചുകൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്കായിരിക്കും തൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് വളരെ വ്യക്തമായി അഭിപ്രായം പറയുകയാണ് നിലവിലുള്ള പുതിയ VCയായ KS അനിൽകുമാർ. ഗവർണറുടെ അപ്പോയിൻമെൻറ്റ് ചോദിച്ചിട്ടുണ്ട്. ഗവർണറെ കണ്ട് ചർച്ച നടത്തിയ ശേഷം മാത്രമേ താൻ പൂക്കോട് യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനത്തേക്ക് പോകൂ എന്ന് അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനുവേണ്ടി സമയം ചോദിച്ചിട്ടുണ്ട്. സിദ്ധാർത്ഥൻ്റെ കുടുംബത്തിന് പൂർണ്ണമായി നീതി ലഭിക്കാൻ വേണ്ട മുഴുവൻ നടപടികളും യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തും ഉണ്ടാകും. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന CBI അന്വേഷണവും ഗവർണർ പ്രഖ്യാപിച്ചിരിക്കുന്ന ജുഡീഷ്യൽ അന്വേഷണവും രണ്ടും അടുത്ത ദിവസങ്ങളിൽ തന്നെ അന്വേഷണം ആരംഭിക്കും. ഇതിന് പൂർണ്ണ സഹകരണവും നീതി ഉറപ്പാക്കാൻ വേണ്ട പൂർണ്ണമായ നടപടികളും യൂണിവേഴ്സിറ്റി ഉറപ്പ് നൽകുന്നുണ്ട്. ഏതായാലും ശുഭപ്രതീക്ഷയോടുകൂടിയാണ് 2 ആഴ്ചയ്ക്കുള്ളിൽ മൂന്നാമത്തെ VC ചുമതല ഏൽക്കുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം വിനീത. ഡോക്ടർ അനിൽ KS ആണ് പുതിയ VCയായി ചുമതലയേറ്റത്. ജെയ്സൺ ചാമോളപ്പിലാണ് വിവരങ്ങൾ നൽകിയത്.